എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 14-15 വാക്യങ്ങൾ. യോഹന്നാൻ 15-ന്റെ 14-15. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് ചെയ്താൽ നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാർ തന്നെ. യജമാനൻ ചെയ്യുന്നത് ദാസൻ അറിയായ കൊണ്ട് ഞാൻ നിങ്ങളെ ദാസന്മാർ എന്ന് ഇനി പറയുന്നില്ല. ഞാൻ എൻ്റെ പിതാവിനോട് കേട്ടതെല്ലാം നിങ്ങളോട് അറിയിച്ചതുകൊണ്ട് നിങ്ങളെ സ്നേഹിതന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പുതിയ ഒരു പ്രഭാതം കൂടെ നമ്മുടെ ആയുസ്സിനോട് ദൈവം തമ്പുരാൻ കൂട്ടിച്ചേർത്തു. വായിച്ച വേദഭാഗത്ത് ദാസന്മാർ, സ്നേഹിതന്മാർ, രണ്ട് പദങ്ങളാണ് കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ നോക്കി പറഞ്ഞ് ആ ഒരു വലിയ മാറ്റത്തിലേക്ക് അവരുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. ആവർത്തിച്ച് പറയുന്ന ഒരു സത്യം, നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാരാകുന്നു എന്നാണ്. അന്ത്യരാത്രിയിൽ യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് അരുളി ചെയ്ത വാക്കുകളാണിത്. ഞാൻ നിങ്ങളെ ഇനി ശിഷ്യന്മാരെന്ന് വിളിക്കുന്നില്ല എന്നുകൂടി കർത്താവ് കൂട്ടിച്ചേർക്കുന്നു. എന്നെ അനുഗമിപ്പീൻ എന്ന് പറഞ്ഞ് ശിഷ്യത്വത്തിലേക്ക് വിളിച്ചു ചേർത്തവനായ കർത്താവാണ് അന്ത്യരാത്രിയിൽ പറയുന്നത്, നിങ്ങളെ ഞാൻ സ്നേഹിതന്മാരെന്ന് വിളിച്ചിരിക്കുന്നു. ശിഷ്യത്വത്തിൻ്റെ പടിയിൽ നിന്ന് സഹിത്വത്തിൻ്റെ പദവിയിലേക്കുള്ള ഉയർച്ചയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. പഴയ നിയമകാലത്ത് യഹോവയുടെ സഹിത്വം അനുഭവിച്ച ചിലരെ പറ്റി തിരുവെഴുത്തിൽ വായിക്കുന്നു. സങ്കീർത്തനക്കാരൻ അതേപ്പറ്റി പറയുന്നു, യഹോവയുടെ സഹിത്വം തൻ്റെ ഭക്തന്മാർക്കുണ്ടാകും. 25-ാം സങ്കീർത്തനത്തിലാണ്. അങ്ങനെ സഹിത്വം പുലർത്തിയ ആളായിരുന്നു ഹാനോക്ക്. അതേപ്പറ്റി എഴുതിയിരിക്കുന്നു, ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. 5-ാം അധ്യായം. അബ്രഹാമിനെ പറ്റി യഹോവ തന്നെ പറയുന്നത്, എൻ്റെ സ്നേഹിതനായ അബ്രഹാം. ശിവപ്രവാചകന്റെ പുസ്തകത്തിലും 2 ദിനവൃത്താന്തങ്ങളിലും നമ്മളത് വായിക്കുന്നു. മോശയ്ക്കും ഈ പദവി ലഭിച്ചിരുന്നു. ഒരുത്തൻ തൻ്റെ സ്നേഹിതനോട് എന്ന പോലെ മോശയോട് സംസാരിച്ചു. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം. എന്നാൽ ദൈവത്തോടുള്ള സഹിത്വത്തിനും സൗഹൃദത്തിനും പരിമിതിയും ഉണ്ടായിരുന്നു. അദൃശ്യനും അപരിമേയനും ആത്മാവുമായ ദൈവത്തോട് മാംസ ചക്ഷുസകങ്ങൾക്ക് വിധേയനായ മനുഷ്യന് ബന്ധം പുലർത്തുന്നതിൽ പരിമിതി അനുഭവപ്പെട്ടു. ആ പരിമിതി പരിഹരിക്കാൻ വേണ്ടിയാണ് ദൈവം മനുഷ്യനായി തീർന്ന് നമ്മുടെ ഇടയിൽ വസിച്ചത്. ഈ അവസ്ഥയിൽ സഹിത്വം കൂടുതൽ ദൃഢവും ഗാഢവുമാക്കാൻ സാധ്യമാകുന്നു. അങ്ങനെ മനുഷ്യ ജന്മം ചെയ്ത കർത്താവ് പ്രസ്താവിക്കുന്നു, നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാർ തന്നെ. അപ്രകാരം പറഞ്ഞത് ശിഷ്യന്മാരുമായി അന്ത്യമായി പന്തിഭോജനം ചെയ്ത് ആ ഒരു വിശുദ്ധ ബന്ധത്തിലേക്ക്, അല്ലെങ്കിൽ വിശുദ്ധ തിരുവത്താഴം സ്ഥാപിച്ച ശേഷം അവരോട് തൻ്റെ ഹൃദയം തുറന്നപ്പോഴാണ്. കേവലം സാധാരണക്കാരും മീൻപിടുത്തക്കാരുമായ മനുഷ്യരോടാണ് ഇങ്ങനെ പറഞ്ഞത്. സ്നേഹിതന്മാർ എന്നുള്ള സ്ഥാന പദവിക്ക് ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. പുരാതന കാലത്ത് പൗരസ്ത്യ രാജാക്കന്മാരുടെയും ചക്രവർത്തിമാരുടെയും കൊട്ടാരത്തിൽ സഖികൾ അല്ലെങ്കിൽ സ്നേഹിതന്മാർ എന്ന സ്ഥാനം ലഭിച്ച ആളുകളുണ്ടായിരുന്നു. അവർക്ക് രാജസന്നിധിയിൽ എപ്പോൾ വേണമെങ്കിലും കടന്നു വരാം. ഏത് കാര്യത്തെക്കുറിച്ചും ചർച്ച ചെയ്യാം, ഒരുമിച്ച് ഭക്ഷിക്കാം, ഒരുമിച്ച് വിനോദങ്ങളിൽ ഏർപ്പെടാം. ഇതിനെല്ലാം പൂർണ്ണ സ്വാതന്ത്ര്യവും അനുവാദവും അവർക്കുണ്ടായിരുന്നു. രാജാതിരാജാവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ ധൈര്യത്തോടും സ്വാതന്ത്ര്യത്തോടും കൂടി കടന്നെത്താനുള്ള അവകാശം നമുക്കുണ്ട് എന്നതാണ് സ്നേഹിതൻ എന്ന വിശേഷണം കൊണ്ട് അർത്ഥമാക്കുന്നത്. അടിമയെപ്പോലെ തിരുമുൻപിൽ പേടിച്ച് വിറച്ച് നിൽക്കാനല്ല, അപരിചിതനെ പോലെ അകന്നു മാറി നിൽക്കാനല്ല, സ്നേഹിതൻ എന്ന പദവിയിൽ അവിടുത്തെ സന്നിധിയിലേക്ക് ധൈര്യപൂർവ്വം നമുക്ക് അടുത്തു വരാം. ഈ കാര്യം എബ്രായ ലേഖനകർത്താവ് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് ധൈര്യം പൂണ്ട് കൃപയുടെ ഇരിപ്പിടമായ ദൈവസിംഹാസനത്തെ നമുക്ക് സമീപിക്കാം. വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്തിയെല്ലാം
ഇതൊരു വലിയ ഭാഗ്യവും പദവിയുമാണ്. കർത്താവിൻ്റെ സ്നേഹിതന്മാർ എന്ന് നമ്മെ ദൈവം തമ്പുരാൻ വിളിക്കുമ്പോൾ അകലങ്ങളില്ലാത്ത ബന്ധം ദൈവത്തോട് കാത്തു സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കുന്നു. ദാസന് ഒരുപാട് പരിമിതികളുണ്ട്. ഒരു യജമാനനുമായുള്ള ബന്ധത്തിൽ യജമാനൻ പറയുന്ന കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ ചെലുത്തേണ്ട ആളാണ് ദാസൻ. എന്നാൽ സ്നേഹിതൻ അതിനേക്കാൾ അപ്പുറമായി ഏത് സമയത്തും തൻ്റെ യജമാനനോടൊത്ത് നിൽക്കാൻ, എവിടെയും ഒപ്പം നടക്കാൻ, കയറി ചെല്ലാനുള്ള അനുവാദം. ആ വലിയ അനുവാദമാണ് ദൈവം ക്രിസ്തുവിലൂടെ നമുക്ക് നൽകിയിരിക്കുന്നത്. ഈ സ്നേഹിതൻ്റെ സവിശേഷതകൾ അനേകം വേദപുസ്തകത്തിലുണ്ട്. സ്നേഹിക്കപ്പെടുവാൻ അർഹതയില്ലാത്തവരെ സ്നേഹിക്കുന്നു. ഹി ലവ്സ് ദ അൺലവബിൾ. അവിടുത്തെ സ്നേഹവലയത്തിൽ നിന്ന് ആരെയും അകറ്റി നിർത്തുന്നില്ല. സമൂഹം വെറുക്കുന്നവരും ഭ്രഷ്ട് കൽപ്പിച്ചിട്ടുള്ളവരുമൊക്കെ യേശുക്രിസ്തുവിൻ്റെ സ്നേഹിതരാണ്. യേശുവിനെ പറ്റിയുള്ള നിശ്ചിതമായ വിമർശനം പോലും അവിടുന്ന് ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതനായിരുന്നു. മാത്രമല്ല, അവിടുന്ന് അവരുമായി പന്തിഭോജനം നടത്തുകയും ചെയ്തു. ചുങ്കം പിരിവുകാർ അന്നത്തെ യഹൂദ സമൂഹം ഏറ്റവും വെറുത്തവരാണ്. അങ്ങനെയുള്ളവരിൽ നിന്ന് ഒരാളെയാണ് അപ്പസ്തോല സമൂഹത്തിലേക്ക് തിരഞ്ഞെടുത്തത് വിശുദ്ധ മത്തായി. മറ്റൊരു ചുങ്കക്കാരൻ്റെ, അതായത് സഖായിയുടെ ആതിഥ്യം ചോദിച്ച് വാങ്ങുകയായിരുന്നു. അതുകൊണ്ട് സ്നേഹിതന്മാർ എന്ന പദവിയിലേക്ക് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നു എന്ന ബോധ്യത്തോടെ ആ സ്നേഹം ഉറഞ്ഞു പോകാതെ കാത്തു സൂക്ഷിപ്പാൻ നമുക്ക് സാധിക്കട്ടെ. പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ മറ്റൊരു പ്രഭാതം കൂടെ അടിയങ്ങൾക്ക് ദാനമായി നൽകിയത് ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ കർത്താവുമായിട്ടുള്ള സ്നേഹബന്ധം നിലനിർത്താൻ, ഊട്ടി ഉറപ്പിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആ സ്നേഹബന്ധത്തിന് കോട്ടൽ തട്ടാത്ത വിധത്തിൽ കാത്തു സൂക്ഷിപ്പാൻ ഞങ്ങളുടെ ജീവിതക്രമങ്ങളെയും കർത്താവെ അവിടുന്ന് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പ്രഭാതം മുതൽ പ്രദോഷം വരെയും അവിടുത്തെ ചിറകിൻ്റെ മറവിൽ അടിയങ്ങളെ മറച്ചുകൊള്ളണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും പുതിയ വർഷം ദാനമായി നൽകണമേ. യേശു മശിഹ മൂലം പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും കാവലും നാം എല്ലാവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.